ഹോമിയോപ്പതി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള വോള്യൂം 1 പേജ് 101. ആർണിക്ക, അതായത് മൗണ്ടൻ ടൊബാക്കോ. होम्योपैथी में आर्निका को बहुत अहम मकाम हासिल है. ഹോമിയോപ്പതിയിൽ ആർണിക്കയ്ക്ക് വളരെ പ്രധാനമായ സ്ഥാനം ആണുള്ളത്. ये दवा पहाड़ी तंबाकू के पौधे से तैयार की जाती है. ഈ മരുന്ന് മലയിലുള്ള പുകയിലയുടെ ചെടിയിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. पहाड़ी तंबाकू दवा के तौर पर लंबे अरसे से इस्तेमाल हो रहा है. മലയിലെ പുകയിലച്ചെടി മരുന്നായി ഒരു വലിയ കാലയളവിലായി ഉപയോഗിക്കപ്പെടുന്നു. अरसा दराज तक इसे चोटों के इलाज के लिए इस्तेमाल किया जाता रहा है. ഇത് ഒരു വലിയ കാലയളവായി ക്ഷതങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെട്ടു വന്നിട്ടുണ്ട്. पहाड़ी इलाकों में चोटें खाना और गिर जाना मामूली बात है. മലപ്രദേശങ്ങളിൽ ക്ഷതമേൽക്കുക, വീഴുക ഇതെല്ലാം വളരെ സാധാരണയാണ്. ഖുദാ താല ने वहाँ ही इसका इलाज भी पैदा कर दिया है. അള്ളാഹു അവിടെ തന്നെ അതിൻ്റെ ചികിത്സയും ഉണ്ടാക്കിയിരിക്കുന്നു. होम्योपैथी में भी इसका इस्तेमाल अक्सर नई या पुरानी चोटों को दूर करने के लिए होता है. ഹോമിയോപ്പതിയിലും ഇതിൻ്റെ ഉപയോഗം സാധാരണയായി പുതിയതും പഴയതുമായ ക്ഷതങ്ങൾ ദൂരീകരിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. आर्निका की सबसे अहम इलामत खून को मुंजमिद करना है. ആർണിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് രക്തം കട്ട പിടിപ്പിക്കുക എന്നതാണ്. ये असर भटकरी के असर से मिलता जुलता है. ഈ പ്രഭാവം ഭട്കരി, അതായത് ആലം, ഡബിൾ സൾഫേറ്റ് ഓഫ് അലൂമിനിയം, മലയാളത്തിലെ ആലം എന്നാണ് പറയുന്നത്. ഭട്കരിക്ക് അസർ സെ മിൽത്ത ജുൽത്ത, ഇതിൻ്റെ പ്രഭാവത്തെയുമായി താരതമ്യപ്പെട്ടിരിക്കുന്നു. इसलिए दिल के दौरे में ये एक लाजमी दवा बन जाती है. അതുകൊണ്ട് ഹൃദയാഘാതത്തിൽ ഇത് ഒരു ആവശ്യം വേണ്ട മരുന്നായി തീർന്നിരിക്കുന്നു. ആർണിക്ക ജമേ ഹുവേ ഖൂൻ കോ പിഘലാ ദേത്തി ഹെ. ആർണിക്ക കട്ട പിടിച്ച രക്തത്തെ ഉരുക്കുന്നു. लेकिन उसके बावजूद एलोपैथिक दवाओं की तरह खून को पतला नहीं करती. എന്നാൽ അങ്ങനെ ഒരുക്കിയാൽ പോലും അലോപ്പതി മരുന്നുകളെപ്പോലെ രക്തത്തെ നേർപ്പിക്കുന്നില്ല. पतला नहीं करती और बवक्त ज़रूरत खून की जमने की सलाहियत को भी ज़ाहिल नहीं करती. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് രക്തത്തിൻ്റെ കട്ട പിടിക്കുന്നതിനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തുന്നുമില്ല. दिल के हमले में उमूमन आर्निका को लैक्सिस से मिलाकर दिया जाता है. ഹൃദയാഘാതത്തിൽ സാധാരണയായി ആർണിക്ക ലാക്സിസുമായി കൂട്ടിച്ചേർത്ത് നൽകപ്പെടുന്നു.
क्योंकि लैक्सिस उस सांप के कांटे की दवा है जिसका जहर खून को जमा कर भटकियाँ बना देता है. എന്തുകൊണ്ടെന്നാൽ ലാക്കസിസ് ഒരു പ്രത്യേക പാമ്പിൻ്റെ പാമ്പ് കൊത്തുന്നത് മൂലം രക്തം കട്ട പിടിക്കുന്നു. ആ പാമ്പിൻ്റെ വിഷത്തിനുള്ള മറുമരുന്നായി ആണ് ലാക്കസിസ് ഉപയോഗിക്കുന്നത്. और खून मुंजमद होने की वजह से दिल का हमला होता है. ആ പാമ്പിൻ്റെ കൊത്തിയേൽക്കുന്നത് മൂലം രക്തം കട്ട പിടിക്കുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്യുന്നു. ബാദ് सांपों के जहर दिल के आसाब पर भी असर अंदाज होते हैं. ചില പാമ്പുകളുടെ വിഷം ഹൃദയത്തിൻ്റെ നാഡികളുടെ മേൽ പ്രഭാവം ചെലുത്തുന്നു. ലേക്കിൻ ഖൂൻ പർ ബദഅസർ നഹി ഡാൽത്തെ. എന്നാൽ അത് രക്തത്തിൽ ദുഷ്പ്രഭാവം ചെലുത്തുന്നില്ല. ഐസെ सांपों में നാജ സബ്സെ അവൽ നമ്പർ പർ ഹെ. അങ്ങനെയുള്ള പാമ്പുകളിൽ നാജ, ഇത് കോബ്രയാണെന്ന് തോന്നുന്നു, നോക്കണം. നാജ എന്ന് പറഞ്ഞാൽ കോബ്രയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സബ്സെ അവൽ നമ്പർ പർ ഹെ. കോബ്രയാണ് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത്. ഉസ്കാ ജഹർ ദിൽ കെ അസാബ് പർ ഹംല കർത്താ ഹെ. അതിൻ്റെ വിഷം ഹൃദയത്തിൻ്റെ നാഡികളുടെ മേൽ ആക്രമണം നടത്തുന്നു. ജബ്കെ ലാക്കസിസ് ഖൂൻ ഖറാബ് കർക്കെ ദിൽ കോ നുക്സാൻ പहुंचाता है. എന്നാൽ ലാക്കസിസ് രക്തം ചീത്തയാക്കിക്കൊണ്ട് ഹൃദയത്തിന് നഷ്ടം വരുത്തി വയ്ക്കുന്നു. ആർണിക്ക और ലാക്കസിസ് दोनों का खून के जमने से ताल्लुक़ है. ആർണിക്കയും അതുപോലെ ലാക്കസിസും രണ്ടും ഖൂൻ കെ ജംനെ സെ താല്ലുഖ് ഹെ. അത് രണ്ടിനും രക്തം കട്ട പിടിക്കുന്നതുമായിട്ടാണ് ബന്ധമുള്ളത്. इसलिए ऐसी मिलती जुलती दवाओं को एक दूसरे के बाद इस्तेमाल नहीं करना चाहिए. അതുകൊണ്ട് ഈ രണ്ട് പരസ്പര താരതമ്യമുള്ള മരുന്നുകൾ ഒന്നിന് ശേഷം മറ്റൊന്നായി ഉപയോഗിക്കാൻ പാടില്ല. क्योंकि बाद दफ़ा उन दवाओं के रुझानात एक दूसरे से टकरा जाते हैं. എന്തുകൊണ്ടെന്നാൽ ചില സമയങ്ങളിൽ ഈ രണ്ട് മരുന്നുകളുടെയും പ്രഭാവങ്ങൾ ഒന്ന് മറ്റൊന്നുമായി കൂട്ടിമുട്ടുന്നു അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. और ऐसा मरीज़ हाथ से निकल जाता है. കൂടാതെ അങ്ങനെയുള്ള രോഗി നമ്മുടെ കൺട്രോളിൽ നിന്നും നഷ്ടപ്പെട്ടു വന്നു, ചിലപ്പോൾ മരിച്ചു പോകുന്നു. 2-3 दवाओं को एक दूसरे के बाद देना या मिलाकर एक नुस्खा की सूरत में देना एक ऐसा फ़न है जो दवाओं के मिजाज के गहरे मुतालिया और तजुर्बे से नसीब होता है. 2-3 മരുന്നുകൾ ഒന്നിനു ശേഷം മറ്റൊന്ന് നൽകുന്നത് യാ മിലാക്കർ ഏക് നുസ്ഖ കി സൂറ, അല്ലെങ്കിൽ
അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ പരസ്പരം കൂട്ടിച്ചേർത്ത് ഒരു നുസ്ഖയായി അത് ഒരു കുറിപ്പടിയായി നൽകുന്നത് सूरत में देना एक ऐसा फ़न है जो दवाओं के मिजाज के गहरे मुतालिया और तजुर्बे से नसीब होता है. അത് ഒരു പ്രത്യേക തരത്തിലുള്ള കഴിവാണ്. അത് ഒരുപാട് നാൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിനും അതുപോലെ എക്സ്പീരിയൻസിനും പരിശീലനത്തിനും ശേഷം ലഭിക്കുന്ന ഒരു കഴിവാണ്. इसी खतरे के पेश नज़र मैं आर्निका को लैकसी से मिलाकर देता हूँ. ഈ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ അപകടത്തെ പ്രത്യേകമായി മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഞാൻ ആർണിക്കയും ലേക്കസും കൂട്ടിച്ചേർത്ത് നൽകാറുള്ളൂ. യാ ഫിർ ദോനോ ദവ മേ സെ സിറഫ് ഏക് ദവ ഇസ്തിമാൽ കർത്താ ഹൂം. അല്ലെങ്കിൽ ഈ രണ്ട് മരുന്നുകളിലും ഒരെണ്ണം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതായത് ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അടുത്ത പാരഗ്രാഫ്. അഗർ ദിൽ കാ ഹംല खून जमने की वजह से या असाब के किसी हिस्से के ബാക്കി അടുത്ത റെക്കോർഡിങ്ങിൽ.